ഇപ്പോൾ MLA മുഹമ്മദ് റിയാസ് വിഴിഞ്ഞം മത്സ്യത്തൊഴിലാളികളുടെ വീട് കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ വീട് സന്ദർശിക്കുന്നു. അതിലേക്ക് സംസാരങ്ങൾ ഞങ്ങൾ കേട്ടു വന്നത് അഗ്രസീവായിട്ട് എങ്ങനെ അവർ പെരുമാറാതിരിക്കും. അവർക്ക് കുറെ എക്സാമ്പിൾസ് ഉണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, 31-ാം തീയതിയാണ് ഈ ഇൻസിഡന്റ് നടക്കുന്നത്. നിങ്ങൾ വിളിച്ച് ഫോൺ ചെയ്ത് ചോദിക്കാൻ പോലും നിങ്ങൾക്ക് 8 ദിവസം വേണ്ടി വരും. അപ്പം വേറൊരു പ്രളയം നടന്നു, തൊട്ടടുത്ത ദിവസം തന്നെ പോവുകയാണ്. അവിടെ പോയി കാര്യങ്ങൾ തിരക്കാണ്, അവർക്ക് അടിയന്തര സഹായങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. അത് ചെയ്യണം, അങ്ങനെയാണ് ചെയ്യേണ്ടത്. മനുഷ്യരെ അങ്ങനെയാണ് പരിഗണിക്കേണ്ടത്. എന്തുകൊണ്ട് അത് ഇവിടെ ഇല്ല? അതിനെയാണ് ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തത്. അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കും അതിനെ കുറെ പൊളിറ്റിക്കലൈസും ഞങ്ങളുടെ അച്ഛനെ കാണാത്ത ആൾക്കാരാണ്. ഞങ്ങളിപ്പോ 8 ദിവസമായിട്ട് അദ്ദേഹത്തെ 8-9 ദിവസമായിട്ട് ഞങ്ങൾക്ക് കാണാതായി. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തിരച്ചിലുകൾ കറക്റ്റായിട്ടല്ല നടക്കുന്നത്. അത് കൂടെയുള്ള മത്സ്യത്തൊഴിലാളികൾ ഞങ്ങളെ ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് ഞങ്ങൾ ഇത് നേരത്തെ ഇറങ്ങിയത്. ഞങ്ങളെ ആരെങ്കിലും പിന്തുണച്ചിട്ടാണോ ഞങ്ങൾ വന്നത്? ഞങ്ങൾ ഇത് സംസാരിക്കുമ്പോഴാണ് ഇങ്ങനെ ചില വിഷയങ്ങളുള്ളത് പലരും അറിയുന്നത് പോലും. അപ്പൊ അതിന്റെ ഒരു ബേസിക്കായിട്ട് അത് ചിന്തിക്കാനുള്ള ബേസിക്കായിട്ടുള്ള കോമൺ സെൻസ് പോലും ഇല്ലാത്ത ഒരു സിസ്റ്റത്തിന്റെ അണ്ടറിലാണ് നമ്മളെന്ന് ആലോചിക്കുമ്പോൾ കുറച്ച് സങ്കടമുണ്ട്. പക്ഷെ ഈ 2017 ഓക്കി വന്ന സമയത്ത് പറഞ്ഞ അതേ ഡയലോഗുകളാണ് എന്തുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തിയില്ല എന്ന് ചോദിക്കുമ്പോൾ ഇന്നും പറയുന്നത്. 10 വർഷം കഴിഞ്ഞാണ് ഇതുവരെ ഒരു മാറ്റം, ചെറിയൊരു ഡെവലപ്മെന്റ് പോലും അതിലുണ്ടായിട്ടില്ല. ഈ കമ്മ്യൂണിറ്റി എന്താണ്, നിങ്ങൾക്ക് ഒരു കോൺട്രിബ്യൂഷൻ തരുന്നില്ലേ? മത്സ്യത്തൊഴിലാളികളെ ഇത്രയും രീതിയിൽ ഇങ്ങനെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഭാഷയാണോ അവരുടെ വസ്ത്രധാരണമാണോ എന്താണ് നിങ്ങളെ അതിനു വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത്? അവരും മനുഷ്യരാണ്. അതിനുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഇതില്ലാത്തതിന്റെ എക്സാമ്പിൾ ആണ് ഇന്നും പള്ളിയിലച്ചൻ വിളിച്ചു പറയാണ്. മഞ്ഞ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് പാൻ കാർഡ്, ആധാർ കാർഡ്, അത് ഇതെല്ലാം. വിവരങ്ങളുമായി അഞ്ജു കൂടി ചേരുന്നുണ്ട്. അഞ്ജു, വിഴിഞ്ഞത്ത് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ കുടുംബത്തെ സന്ദർശിക്കുകയാണ് MLA മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ. ഇന്ന് 10 ദിവസമായിട്ടും ഈ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താനായിട്ടില്ല. തെരച്ചിൽ മന്ദഗതിയിലാണ്. കുടുംബം ഇതിനെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങളും പ്രതിഷേധവും ഒക്കെ ഉയർത്തിയിരുന്നു. ഇന്നും തെരച്ചിൽ നടത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇന്ന് 10 ദിവസമായിട്ടും ഈ കാണാതായ മത്സ്യത്തൊഴിലാളികളെ വിഴിഞ്ഞത്ത് നിന്ന് മാത്രമല്ല മുതലപ്പുഴയിലും നീണ്ടകരയിലും അങ്ങനെ 3 പേർ ഇനിയും കണ്ടെത്താനുണ്ട്. ഈ കണ്ടെത്താനുള്ളവർക്ക് വേണ്ടി ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുള്ള തെരച്ചിൽ മന്ദഗതിയിലാണെന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? തീർച്ചയായും അവന്തിക, അങ്ങനെ തന്നെയാണ്. വിഴിഞ്ഞത്ത് നിന്ന് മത്സ്യബന്ധനത്തിനായി പോയ ഈ ജോണിനെ അപകടത്തിൽപ്പെട്ടത് കണ്ടെത്താനായിട്ട് ഇന്ന് 10-ാം ദിവസമാണ്. അദ്ദേഹത്തെ കണ്ടെത്താൻ വേണ്ടി കുടുംബം പലതവണയായി പല ഉദ്യോഗസ്ഥരോടും സർക്കാർ തലത്തിലുമെല്ലാം വലിയ രീതിയിലുള്ള അപേക്ഷകൾ നൽകുന്നു, പരാതികൾ പറയുന്നു. പക്ഷെ ഇതുവരെയും കൃത്യമായിട്ടുള്ള ഒരു തെരച്ചിലോ അല്ലെങ്കിൽ ഊർജിതമായ ശ്രമങ്ങളോ ഒന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. അതിൽ വലിയ പരാതി തന്നെ അവർ പറയുന്നുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ ഈ കുറച്ച് സമയം മുമ്പാണ് PM മുഹമ്മദ് റിയാസ് MLA ഇവിടെ എത്തിയത്. ഈ കുടുംബവുമായി സംസാരിക്കുമ്പോൾ അവർ കൃത്യമായി തന്നെ പറയുന്നത് ഞങ്ങളുടെ അച്ഛനെ കണ്ടെത്തുന്നതിനുള്ള കാര്യങ്ങളിൽ സർക്കാർ വലിയ രീതിയിലുള്ള വീഴ്ച, അലംഭാവം വരുത്തുന്നുണ്ട്. തിരച്ചിലിന് വേണ്ടി പ്രത്യേക റെസ്ക്യൂ ടീമിനെയോ അതുപോലെ തന്നെ പരിചയസമ്പന്നരായ ആളുകളെയോ ഉദ്യോഗസ്ഥരെയോ ഒന്നും എത്തിക്കുന്നില്ല. ഈ ക്രൂഷ്യലായ ആദ്യ മണിക്കൂറിൽ പോലും കൃത്യമായ ഏകോപനം നടത്തി തിരച്ചിൽ നടത്താൻ ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം അടക്കം ഇവർ വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഈ ജോണിന്റെ കൂടെ മത്സ്യബന്ധനത്തിന് പോയ 4 പേർ തിരികെ കരയിലേക്ക് രക്ഷപ്പെട്ടെത്തിയിരുന്നു. അപ്പൊ അവർ കൃത്യമായി തന്നെ വന്ന് ഏത് സ്ഥലത്താണ് അപകടം നടന്നതെന്നും എത്ര നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടം നടന്നത് അടക്കമുള്ള കാര്യങ്ങൾ തിരികെ എത്തി വ്യക്തമാക്കിയതാണ്. ഈ ഉദ്യോഗസ്ഥരോട് ഫിഷറീസ് വകുപ്പിലടക്കം മത്സ്യഫെഡിലടക്കം കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചതാണ്. പക്ഷെ എന്നിട്ട് പോലും കൃത്യമായിട്ടുള്ള ഒരു തിരച്ചിൽ ഈ ക്രൂഷ്യൽ മണിക്കൂറിൽ, ആദ്യഘട്ട മണിക്കൂറിൽ ഒന്നും നടത്താൻ സർക്കാർ സംവിധാനങ്ങൾ ഒന്നും കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, ഈ ഓഖി കാലത്തൊക്കെ ഇവർ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഓഖി കാലത്തൊക്കെ ഉണ്ടായിരുന്ന തെരച്ചിലിനെ പറ്റിയിട്ടാണ്. അത്രയും നിർണായകമായ അല്ലെങ്കിൽ അത്രയും ഭീകരമായ രീതിയിൽ കടല് ശോഭിച്ചിരുന്ന സമയത്ത് പോലും അന്ന് LDF സർക്കാരിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള തിരച്ചിലുകൾ നടത്തി കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ ഒരുപാട് ദിവസം ഒരുപാട് ഉദ്യോഗസ്ഥരെ എത്തിച്ച് നേവിയുടെ അടക്കം സഹായം തേടി, അങ്ങനെ വലിയ രീതിയിലുള്ള എയർഫോഴ്സിന്റെ അടക്കം സഹായം തേടി വലിയ രീതിയിലുള്ള തിരച്ചിൽ അന്ന് നടത്തിയതാണ്. പക്ഷേ തങ്ങളുടെ അച്ഛനെ അല്ലെങ്കിൽ തന്റെ ഭർത്താവിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ അങ്ങനെ ഒരു തെരച്ചിലും ഇവിടെ നടക്കുന്നില്ല എന്നുള്ള സങ്കടകരമായ കാര്യമാണ് ഈ കുടുംബം മുഹമ്മദ് റിയാസിനോട് പറയുന്നത്. 10 ദിവസമായിരിക്കുന്നു അച്ഛനെ അല്ലെങ്കിൽ ഭർത്താവിനെ തേടി ഈ കുടുംബം ഇവിടെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇതുവരെയും സർക്കാർ തലത്തിൽ അങ്ങനെ ഒരു
അന്വേഷണമോ അല്ലെങ്കിൽ ശക്തമായ ഒരു തിരച്ചിലോ നടത്തിയിട്ടില്ല. മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഫിഷറീസ് വകുപ്പ് മന്ത്രി പോലും ഈ VA അബ്ദുൾ ഗഫൂർ പോലും ഈ സ്ഥലത്ത് എത്തുകയോ അല്ലെങ്കിൽ കുടുംബത്തിനെ ഒന്ന് ആശ്വസിപ്പിക്കുകയോ ഫോണിൽ പോലും ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. അക്കാര്യത്തിലടക്കം അവർക്ക് വലിയ രീതിയിലുള്ള പരാതിയുണ്ട്, പരിഭവമുണ്ട്. കാരണം വലിയൊരു ദുരിതത്തിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ്. അപ്പൊ അവർക്ക് ഒരു ആശ്വാസ വാക്കടക്കം ലഭിക്കേണ്ടതുണ്ട്. പക്ഷെ അതൊന്നും ലഭിക്കുന്നില്ല. നമുക്ക് മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം കൂടി ലഭിക്കും. അവന്തിക, നമുക്ക് അതിലേക്ക് കൂടി പോവാം.